ഹലോ, നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതോടൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടെ ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ അവസാന വിധി നിർണായക ഘട്ടത്തിലേക്ക് എത്തിയാണ്. അപ്പം നമ്മുടെ വേദയ്ക്ക് എല്ലാ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ച് അതിൻ്റെ സത്യാവസ്ഥ കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ പേരിൽ നമ്മുടെ വിശ്വത്തിൻ്റെ നിരപരാധിത്വം വേദ തെളിയിച്ചു കൊടുക്കുകയാണ്. പക്ഷേ വേദയ്ക്ക് ഈ സഹായങ്ങളൊക്കെ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മുടെ വിക്രമിൻ്റെയും കൂടെ സഹായത്തോടു കൂടിയാണ് വേദയ്ക്ക് ശ്രീകാന്തിൻ്റെ കമ്പനിയിൽ നിന്നും എല്ലാ തെളിവുകളും വ്യക്തമായിട്ട് ശേഖരിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പം നമ്മുടെ എതിർഭാഗം ശ്രീകാന്തിൻ്റെ വക്കീൽ ജൂനിയർ എന്നും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തത് ഉൾപ്പെടെ കോടതിയിൽ ജഡ്ജി എടുത്ത് മറിച്ച് അലക്കും പോലെ വാദിച്ചു കൊടുക്കുകയാണ്. അതായത് പണം ഉണ്ടെന്ന് കരുതിയിട്ട് ഒരാൾ സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞ ഉടനെ അതിൻ്റെ നിജാവസ്ഥ, അതായത് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് പോലും പോലീസുകാർ ഇപ്പോൾ പെരുമാറുന്ന ഈ ഒരു രീതി മാറ്റണമെന്നും അതുപോലെ തന്നെ ശ്രീകാന്തിന് നല്ല താക്കീത് ജഡ്ജി കൊടുക്കുകയാണ്. കാര്യം ഒന്നും അറിയാത്ത ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യനെ ഇത്രയും കേസിൽ കുടുക്കി ആ ഒരു അതായത് മറ്റുള്ളവരെ മുമ്പിൽ ഇൻസൾട്ടുമായി എല്ലാം ആക്കിയതിൻ്റെ പേരിൽ നല്ല താക്കീത് ശ്രീകാന്തിന് കൊടുക്കുകയും എത്ര നാൾ വിശ്വം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ അതുവരെയുള്ള സാലറി അതൊക്കെ ഒരു തിരിച്ച്, അതായത് ശ്രീകാന്ത് ആ ഒരു എമൗണ്ട് വിശ്വത്തിന് കൊടുക്കാനൊക്കെ ആയിട്ട് കോടതി ഉത്തരവിടുകയാണ്. അങ്ങനെ കേസ് വിധി വന്നു. നമ്മുടെ വിശ്വത്തിനെ നിരപരാധിയായി തന്നെ കോടതി വിട്ടയക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ശ്രീകാന്തിനെ ഇന്നൊരു ദിവസം കോടതി തീരുന്നത് വരെ കോടതി വളപ്പിലുണ്ടാവണം, പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം കോടതി വിധി എഴുതുകയാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ അഡ്വക്കേറ്റ് വേദ ശങ്കറിനെ കോടതി പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഇത്തിരി കടന്ന ബുദ്ധിയിലൂടെ ആണെങ്കിൽ കൂടിയും കേസെല്ലാം തെളിയിച്ചെടുത്ത് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അത് കീപ്പിറ്റപ്പ് എന്ന് പറഞ്ഞ് ജഡ്ജി ഒന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വിശ്വം പുറത്തിറങ്ങുകയാണ്. വിശ്വം ആ കോർട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വേദയോട് തൊഴുത്, എന്ന് വെച്ചാൽ അത്രയ്ക്കൊരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരാളെയും ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും എടുക്കണോ അങ്ങനെ എന്നുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളല്ല. അപ്പം തന്നെ രക്ഷിച്ച വേദയുടെ മുമ്പിൽ താൻ ദൈവതുല്യം കാണുകയാണ്. അത്രയ്ക്ക് ഒരു ഇതോടുകൂടി വേദയെ തൊഴുകയാണ്. അപ്പോൾ വേദ പറഞ്ഞു അതൊന്നും വേണ്ട വിഷയമായിട്ടാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ശ്രീകാന്തിന് ഒന്നും പറയാൻ പറ്റില്ല. ശ്രീകാന്ത് ആകെ ഇതായിപ്പോയി. കാരണം അവരെ വക്കീലിന് ഒന്നും പറയാൻ വോയിസ് ഇല്ല. ആകെ ഇതായി അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കോടതി എല്ലാം കഴിഞ്ഞ് വിധിയൊക്കെ എഴുതി വിശ്വം പുറത്തിറങ്ങി. അങ്ങനെ ശ്രീജയും വിശ്വമൊക്കെ വേദയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് വേദ കോടതി വളപ്പിൽ വരുമ്പോൾ ശ്രീകാന്ത് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, താൻ എന്നെ വെറും പെണ്ണ് എന്ന് പറഞ്ഞല്ലേ അന്ന് അധിക്ഷേപിച്ചത്, ഇപ്പം എന്തായെന്ന് ചോദിച്ചു. എന്തായാലും നിങ്ങളുടെ, അതായത് ആ പൈസ രാവിലെ ചെന്ന് അത് തെളിവായിട്ട് കൊണ്ടുവന്ന് ഇന്ന സ്ഥലത്തുണ്ടെന്നും പറഞ്ഞ് എടുത്ത് തെളിവായിട്ട് കോടതിയിലൊക്കെ കാണിക്കാൻ ഐഡിയൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ആ പൈസയൊന്നും ഇപ്പം നോക്കിയ സ്ഥലത്ത് ശ്രീകാന്തിനില്ല. അപ്പോൾ അതൊക്കെ വേദ മാറ്റേണ്ട അടുത്ത് മാറ്റിയായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കുരുക്കുകൾ ശ്രീകാന്തിനെതിരായിപ്പോയി. അതാണ് ഇപ്പോൾ വന്ന് സംഭവിച്ച് ഈ കേസ് ഇങ്ങനെ തെളിഞ്ഞത്. അങ്ങനെ വേദ 2 വാക്ക് ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് വരണം. അപ്പോൾ ആ സമയം വേദ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീകാന്തിൻ്റെ അടുത്തകത്ത് വിക്രം വരെയാണ്. അപ്പോൾ വിക്രം പറഞ്ഞു, ഈ വേദയ്ക്ക് അറിയില്ല നമ്മൾ തമ്മിലുള്ള ഐഡിയ എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾ ഈ കേസ് അല്ലാണ്ട് തന്നെ പിൻവലിക്കൂ എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാമെന്നും പറഞ്ഞ് വിക്രം ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട്. കാര്യം അന്ന് ഈ വേദയും വിക്രമും കൂടെ ശ്രീകാന്തിൻ്റെ ഓഫീസിൽ ചെന്ന് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയം ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കുകയാണ് ഇതിൻ്റെ തെളിവുകൾക്ക് വേണ്ടിയിട്ട്. വിക്രമിൻ്റെ കയ്യിൽ ഒരു സംഭവം വന്നു പെട്ടായിരുന്നു. അതായത് ശ്രീകാന്തിന് മറ്റാരും അറിയാത്ത എന്തോ ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ പിക്ക് അത് നമ്മുടെ വിക്രം വേദ പോലും അറിയാൻ്റെ അടുത്ത് പോക്കറ്റിൽ കയറ്റിയായിരുന്നു കേട്ടോ. എന്നിട്ട് അതും കൊണ്ട് പിറ്റുന്ന നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് വർഷയുടെ മുമ്പിൽ വെച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന ഫ്ലാറ്റിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ഞെട്ടാ. അങ്ങനെ ശ്രീകാന്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, അതെ എൻ്റെ ഏട്ടനെതിരെയുള്ള കേസ് നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള പണി ഞാൻ തരും എന്നിങ്ങനെ വിക്രം ശ്രീകാന്തിനോട്
ശ്രീകാന്തിനോട് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ എൻ്റെ കുടുംബം ഇല്ലാണ്ടാക്കരുതെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവനെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കേസ് നടന്ന സമയപ്പം ശ്രീകാന്ത് ഓൾറെഡി കേസ് പിൻവലിക്കാൻ തന്നെ റെഡിയായിട്ട് തന്നെയാണ് വന്നത്. അങ്ങനെ ആ ഫോട്ടോ വിക്രം അവസാനം തിരിച്ചു കൊടുക്കുകയാണ്. ഇനി ഏതെങ്കിലും സമയത്ത് താൻ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പികൾ നല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അതിൻ്റെ കോപ്പി എടുത്ത് നാട്ടുകാരെ മൊത്തം കാണിക്കുക. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട. നിങ്ങളും അതുപോലെ നിങ്ങളുടെ അമ്മായിയപ്പൻ നിങ്ങളുടെ എൻ്റെ വർഷ ഏട്ടത്തിയുടെ അച്ഛനോടും കൂടെ ഒന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വിക്രം താക്കീത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോവാണ്. അപ്പോൾ ആ സമയം വേദ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ശ്രീയേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്തോ ഒരു സാധനം കയ്യിൽ വിക്രം കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അത് മറ്റേ വിശ്വേട്ടനെതിരെ വന്ന ആ ഒരു കോടതി കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ്, അല്ലാണ്ട് വേറൊന്നുമില്ല. അല്ല, എന്തോ പറയുകയൊക്കെ ചെയ്തുവല്ലോ. വേദയുടെ ചോദ്യത്തിന് വിക്രം എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പി അവിടെ നിന്ന് കൊണ്ടുപോയി. കാര്യം എന്ന് വെച്ചാൽ ശ്രീകാന്തിൻ്റെ ആ ഒരു കേസ് വേദയോട് പോലും പറയരുതെന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിക്രമിന് തോന്നി എന്തായാലും ഇനി താൻ കാരണം ഇനി ആരും അറിയണ്ട എന്നുള്ള ഒരു രീതിയിൽ വേദയോട് പോലും വിക്രം ആ ഒരു കേസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെന്തായാലും തൻ്റെ കാര്യം തന്നെ ബാധിക്കുന്ന കേസ്, അതുകൊണ്ട് എനിക്കിതിലൊന്നുമില്ല, പക്ഷേ താൻ ഇനി എൻ്റെ കുടുംബത്തിന് നേരെ കളി പഠിക്കൂ എന്നുള്ളത് വിക്രം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ അവർ എല്ലാവരും വീട്ടിലോട്ട് വരികയാണ്. മാഷും ശ്രീജയും വിഷു ഓട്ടോയിലും വന്നു. നമ്മുടെ വിക്രമും വേദയും ബൈക്കിലും ഇങ്ങെത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മാഷും അതുപോലെ ശ്രീജയും വിഷുവും എല്ലാവരും വേദയോട് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നത്, എന്നോടൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല വിഷുവേട്ടാ, സത്യം വിഷുവേട്ടൻ്റെ ഭാഗത്തായിരുന്നു, അതുകൊണ്ട് മാത്രം വിഷുവേട്ടൻ ജയിച്ചു. എന്നാലും അങ്ങനെയല്ല മോളേന്ന് പറഞ്ഞിട്ട് മാഷും വേദയോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ശ്രീജയ്ക്ക് അതിനേക്കാളേറെ സന്തോഷമായി. വേദ ആ ഒരു ഇത് കാണിച്ച് വിഷുവേട്ടനെ ഇറക്കിയല്ലോ. അങ്ങനെ അവരകത്തോട്ട് വന്നപ്പോൾ നമ്മുടെ നന്ദിനി നെയിൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. വിഷുവേട്ടനെ വിട്ടോ, അതെന്താ ശ്രീജ, അതെന്താ നന്ദിനി നീ അങ്ങനെ ചോദിച്ചതെന്ന് ശ്രീജ ചോദിച്ചു. അല്ല, വിഷുവേട്ടൻ ഇറങ്ങിയോ എന്നറിയാൻ ഒരു ഇതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ അല്ലാണ്ട്. അപ്പോൾ വേദ പറഞ്ഞു, ഞാനിന്ന് പറഞ്ഞല്ലേ നന്ദിനിയായിട്ട് തിരെടുത്ത് വിഷുവേട്ടനെ ഞാൻ ഇറക്കിയിരിക്കുമെന്ന്, ഇനി ഞാൻ ജയിച്ചതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനി പെട്ടെന്ന് ഷോക്കായി. നന്ദിനിയുടെ വിചാരം വിശ്വം ജയിലിൽ തന്നെ കിടക്കും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ നന്ദിനി ഇങ്ങനെ നോക്കി നിന്നു. അതിൻ്റെ ഇടയിൽ അമ്മ വന്നു വിശ്വത്തെ കണ്ട് സങ്കടവും സന്തോഷവും ഒക്കെ കൊണ്ട് അമ്മ കെട്ടിപ്പിടിക്കണു വിശ്വത്തിന്. അമ്മ സങ്കടപ്പെടണ്ട, അമ്മ ഞാൻ തിരിച്ചെത്തിയല്ലോ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് വിശ്വം നമ്മുടെ ആ വീടൊക്കെ നോക്കണം, തനിക്കൊരിക്കലും ഇനി പുറം ലോകം ഇറങ്ങാൻ പറ്റില്ല എന്നൊരു ധാരണയായിരുന്നു നമ്മുടെ വിശ്വത്തിന്. അപ്പം തിരിച്ചെത്തിയത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാണ്ട് വിശ്വം ഇങ്ങനെ പകച്ച് നിൽക്കണം. അപ്പം മാഷ് പറയുന്നുണ്ട്, എന്താടാ പറ്റിയത് നിനക്ക്? അല്ലച്ചാ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ എന്ന് ഇങ്ങനെ വിശ്വം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദിനിയുടെ അടുത്ത് വിശ്വം പറഞ്ഞു, വിനായകൻ ഇവിടെ ഇല്ല, ഒന്ന് വിളിക്കാവോ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് ഏട്ടാന്ന് പറഞ്ഞ് പോയി വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ വിനായകൻ വന്നു കഴിഞ്ഞപ്പം വിശ്വം ചോദിച്ചു, ഞാൻ നിന്നോട് ഇന്ന് വരെ എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ നിനക്കെതിരെ ഈ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടോ വിശ്വം വിനായക എന്ന് ചോദിച്ചു. അപ്പോൾ വിനായകൻ പറഞ്ഞു, ഇല്ല ഏട്ടാ, എന്താണ്? ഞാനിന്ന് വിശ്വേട്ടനെ കാണാൻ വേണ്ടി വരാതിരിക്കുകയായിരുന്നു എന്ന് വിനായകൻ പറഞ്ഞു. അതൊക്കെ ആയിക്കോട്ടെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ നിനക്കെതിരെ ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ നിന്നെ മോശപ്പെടുത്തിയോ, നീയും നിൻ്റെ ഭാര്യയും കൂടെ ജോലിക്ക് പോലും പോവാത്തവനെന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയ സമയത്ത് പോലും ഞാൻ നിങ്ങളോട് പ്രതികരിച്ചിട്ടില്ല, ഉണ്ടോ വിനായക എന്ന് വിശ്വം ചോദിച്ചു. ഇല്ല ഏട്ടാ, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരൊറ്റ അടി അത് പറഞ്ഞു തീർന്നതും വിശ്വ അങ്ങ് വിനായകൻ്റെ കവളത്ത് കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ വിനായകൻ അറിഞ്ഞുകൊണ്ടാണോ ഈ മറ്റേ ചിട്ടി കമ്പനിയുടെ ഒരു ഫോമിൽ വിശ്വത്തെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചത്. അത് സത്യത്തിൽ വർഷയുടെ അച്ഛൻ്റെതാണ് എന്നുള്ളത് വിനായകൻ അറിയാമായിരുന്നു. വിനായകൻ അത് മറച്ചു വെച്ചിട്ടാണ് ആ ചിട്ടി കമ്പനിയിൽ വിശ്വത്തെ ചേർത്തത്, സ്വന്തം ഏട്ടനായിട്ട് കൂടി. അപ്പോൾ അത് ചോദിച്ചുകൊണ്ടാണ് വിശ്വം തല്ലിയത് വിനായകന്. അപ്പോൾ വിനായകൻ പറഞ്ഞു, പക്ഷെ അത് ഞാൻ മറച്ചു വെച്ചു കേട്ടോ, പക്ഷെ അതിൻ്റെ പിന്നിൽ ഇവരിങ്ങനെ ഒരു കളി കളിക്കും എന്നുള്ളത് എനിക്കറിയില്ല. 19ഓളം പേരെ ഞാൻ ചേർത്തു, അതുപോലെ തന്നെ വിശ്വേട്ടനെയും ചേർത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് വിനായകൻ പറഞ്ഞു. എന്താണെങ്കിലും ശരി, ഇനി ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കരുതെന്ന് പറഞ്ഞ് മാഷും കമലയും താക്കീത് കൊടുക്കുകയാണ് വിനായകന്. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം, എന്നെ നിങ്ങൾ ആരും ഒരു കള്ളനാക്കി കാണരുത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇത് ചെയ്തു, അതായത് ഇങ്ങനെ ചിട്ടി കമ്പനി ചേർത്തു എന്നല്ലാണ്ട് വിശ്വേട്ടനെ ഒരു കുരുക്കിൽ പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വിശ്വേട്ടനെ ഈ ചിട്ടിയിൽ ചേർക്കുകയോ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഞാൻ കൊണ്ട് ചേർക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ക്ലയൻറ്റ് വഴിയാണ് വിശ്വേട്ടൻ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അതിൽ വിശ്വേട്ടൻ പോയി
ഇത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഞാൻ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് വിശ്വേട്ടനെ ചതിച്ചിട്ടില്ല എന്ന് വിനായകൻ പറയുന്നു. അപ്പം കമല പറയുന്നുണ്ട്, ഇനി പോട്ടെ, ഇനി നീ പോയി കുളിച്ച് ഫ്രഷ് ആയി വാ, അമ്മ ചോറും കറിയൊക്കെ റെഡിയാക്കട്ടെ, ഇനി ഇതിൻ്റെ പേരിലൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും പറയേണ്ടെന്നും പറഞ്ഞ് കാര്യം സോൾവ് ചെയ്തങ്ങ് വിടുകയാണ്. അത് കഴിഞ്ഞ് വിശ്വം ശ്രീജനെ കൊണ്ട് ശ്രീജയായിട്ട് അകത്ത് പോവുകയാണ്. എന്നിട്ട് വിശ്വം പറയുന്നുണ്ട്, എനിക്ക് വളരെ ഭയമായിരുന്നു, പോലീസുകാർ പല രീതിയിലും എന്നെ ഭയപ്പെടുത്തി ശ്രീജ. അവർ പറഞ്ഞു ഇനി എന്നും കള്ളനായിട്ട് എന്നെ കഴിയാം, നിനക്കൊരു മോളുണ്ടെന്നല്ലേ പറഞ്ഞത്, ആ മോളുടെ ഭാവി ഇതോടുകൂടെ തീർന്നു, എനിക്കതൊക്കെ കേട്ടിട്ട് വല്ലാത്ത ഭയമായിരുന്നു ശ്രീജ. എന്നിട്ട് വിശ്വം ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും കൂടെ കരയാട്ടോ. എന്നിട്ട് വിശ്വം ചോദിക്കുന്നുണ്ട്, നീ ഏതെങ്കിലും ഒരു നിമിഷത്തിലെങ്കിലും ആലോചിച്ചോ, വിശ്വസിച്ചോ ശ്രീജ ഞാൻ ആ പണം കട്ടെടുത്തു എന്ന്? അപ്പോൾ ശ്രീജ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും ഇല്ല വിശ്വേട്ടൻ, ഞാൻ ഒരിക്കലും, ഞാനും അല്ല ഇവിടെയുള്ള ഒരാൾ പോലും വിശ്വസിച്ചിട്ടില്ല, വിശ്വേട്ടൻ ആ പൈസ എടുക്കില്ല എന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം, അത് തന്നെയായിരുന്നു എന്ന് നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വത്തിന് നല്ല സമാധാനം കൊടുത്തു. കാരണം വെച്ചാൽ ഇതാരും അറിഞ്ഞിട്ടൊന്നുമില്ല വിശ്വേട്ട, ആകെ ഇവിടെയുള്ള കുറച്ച് പേരല്ലേ അറിഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് പുറം ലോകത്തൊന്നും അങ്ങനെ വാർത്തയായോ ഒന്നും ആയിട്ടില്ല വിശ്വേട്ട, അതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട, ഒരു കുഴപ്പവും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല, വിശ്വേട്ടൻ്റെ സത്യാവസ്ഥ തെളിയിച്ചല്ലേ നമ്മൾ കോടതിയിൽ നിന്ന് ഇറങ്ങിയത്, അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞ് ശ്രീജ മനസ്സിന് സമാധാനവും ധൈര്യവും കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ വീഡിയോ ഏകദേശമൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഒരു പ്രൊമോ ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻട്രോ പ്രൊമോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും സുമി മുഫാസ് ടെസ്റ്റി കിച്ചൻ എന്ന ചാനലിൽ നിങ്ങളുടെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഉണ്ടാകും, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അറിയിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.